ചേച്ചി ഭയങ്കര സപ്പോർട്ടീവാ. ചേച്ചി ഇപ്പോഴും സപ്പോർട്ടീവാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ചേച്ചി തന്നെ. ഉണ്ട് ഉണ്ട്, വിളിക്കാലോ. ഇപ്പം ആക്ച്വലി ഞങ്ങൾ ഈ ഷോ കാണുന്നതിന് മുന്നേ ഇൻസ്റ്റയിൽ വന്നിരുന്നല്ലോ എഡിക്റ്റഡ് ആയി എന്നുള്ളത്. അപ്പം നമ്മൾ ഇവൻ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുവാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്ച്വലി ആ ഷോ അന്ന് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവൻ കറക്റ്റ് എവിക്റ്റ് ആയതിനു ശേഷമാണ് ഇവന്റെ കോള് വരുന്നത്. ഇവന്റെ കോള് വരുമ്പോൾ ഇവൻ നല്ല ഹാപ്പി ആയിരുന്നു. അവിടെ ഫുഡൊന്നും കിട്ടുന്നില്ല, എനിക്കൊന്ന് പോകാൻ മതിയായിരുന്നു എന്നൊക്കെ ആയിരുന്നു പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ഇവൻ ഹാപ്പി ആണെന്ന് പറഞ്ഞപ്പോൾ ആ സങ്കടം പോയി. പക്ഷെ 2 days സാറ്റർഡേ സൺഡേ ഞാനും അമ്മയും കംപ്ലീറ്റ്ലി ഇവിടെ കിടക്കുമായിരുന്നു പറഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്വത്തൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിനെ കുറിച്ചൊക്കെ എന്താണ് തോന്നുന്നത്? ഐഡന്റിറ്റിനെ കുറിച്ചാണ്. അപ്പം ആക്ച്വലി ഇവനായിട്ട് എന്നോട് പോകുന്നതിന് മുന്നേ പോലും പറഞ്ഞിട്ടില്ല. നമ്മള് ഇവൻ മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യ ടൈറ്റിൽ വിൻ ചെയ്തതിന്റെ ഒരു റീല് കണ്ടിട്ടാണ് നമ്മളിത് അറിയുന്നത്. അപ്പം ആ സമയത്ത് ശരിക്കും ഷോക്ക്ഡ് ആണ് ആയത്. എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അവൻ നമ്മുടെ തന്നെയല്ലേ. അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഇത് അറിഞ്ഞിട്ട്? അമ്മ എന്ത് പറ്റി? ഇരിക്കറല്ലേ. അമ്മ ഇത് ബർത്ത്ഡേയുടെ അന്നാണ് അമ്മ ഇത് അറിയുന്നത്. അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം അമ്മേനെ ആശ്വസിപ്പിക്കാൻ ആക്ച്വലി എനിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആ രാത്രി ഉറങ്ങിയിട്ടില്ല. അതറിഞ്ഞ ദിവസം ഭയങ്കര സങ്കടത്തിലിരിക്കുമായിരുന്നു. ഇവനോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഒറ്റക്കാണ്, ഇവൻ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മളതൊന്നും ചോദിച്ചില്ല. പക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അമ്മ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഭയങ്കര നോർമലായി. അപ്പം അമ്മ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മയുടെ കാര്യത്തിൽ ഭയങ്കര സന്തോഷം. സപ്പോർട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ട്? അതും ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമായിരുന്നു. കാരണം നമ്മൾ കാണുമ്പോഴായാലും ഞാൻ ലൈവ് കാണുന്ന ആളല്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം വന്നിട്ട് എപ്പിസോഡ് കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം അമ്മ ഞാൻ ഓഫീസിലേക്കും ഇങ്ങനെ ലൈവില് വീഡിയോസ് ഒക്കെ അയച്ചു തരും. അപ്പോഴാണ് നമുക്ക് അറിയുന്നത് പെർഫോം ചെയ്യുന്നുണ്ടെന്ന്. ആദ്യമൊക്കെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യുന്നില്ലാന്ന്. പക്ഷെ ലാസ്റ്റ് വരുമ്പോഴേക്കും ഭയങ്കര അൺഫെയർ എവിക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പം 3 weeks ആയാലും അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് വരാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. ഈ അച്ഛൻ ഇത് ഇപ്പോഴും പറയുന്നു. അപ്പൊ അതിനെ കുറിച്ച് അച്ഛനോട് സംസാരിച്ചിരുന്നത്? ആക്ച്വലി വീട്ടില് കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അച്ഛനായിട്ട് ഇപ്പം വലിയ കോണ്ടാക്റ്റിലില്ല. പിന്നെ അവൻ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് അവനെ കുറിച്ച് നെഗറ്റീവ് അറിയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അച്ഛനായിട്ട് ഇപ്പൊ കോണ്ടാക്റ്റിലില്ല. ഓക്കെ. താങ്ക് യു.